ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2025 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ഇത് ചോദ്യോത്തരങ്ങളുടെ ലൂക്കായുടെ സുവിശേഷം 24 അധ്യായത്തിലെ 1-ാമത്തെ വീഡിയോയാണ്. ഇതിനു സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകളും നടത്തുന്നുണ്ട്. തുടർന്ന് നടക്കുന്ന മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ രജിസ്ട്രേഷൻ ഫീസ് അടച്ച് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഇതുവരെ നടത്തിയ മുഴുവൻ മോക്ക് ടെസ്റ്റുകളും അയച്ചു തരുന്നതായിരിക്കും. പഠന സഹായി പുസ്തകം ആവശ്യമുള്ളവരും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 1-ാമത്തെ ചോദ്യം, ലൂക്ക അധ്യായം 24 ആകെ എത്ര വാക്യങ്ങളുണ്ട്? 53. 2. ലൂക്ക അധ്യായം 24 ആദ്യത്തെ തലക്കെട്ട് യേശുവിന്റെ പുനരുത്ഥാനം. 3. അവർ തയ്യാറാക്കി വച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ കല്ലറയുടെ അടുത്തേക്ക് പോയി. ആര്? ഗലീലിയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ. 4. ഗലീലിയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ എന്തുമായാണ് ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ കല്ലറയുടെ അടുത്തേക്ക് പോയത്? തയ്യാറാക്കി വച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി. 5. ഗലീലിയിൽ നിന്നും യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ തയ്യാറാക്കി വച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം എപ്പോഴാണ് കല്ലറയുടെ അടുത്തേക്ക് പോയത്? അതിരാവിലെ. 6. ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ കല്ലറയുടെ അടുത്തെത്തിയ അവർ കണ്ടതെന്ത്? കല്ലറയിൽ നിന്നും കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി. 7. കല്ലറയിൽ നിന്നും എന്ത് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായാണ് അവർ കണ്ടത്? കല്ല്. 8. കല്ലറയിൽ നിന്നും കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നതായി അവർ കണ്ടു, എന്നാൽ അവർ കണ്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത്? കർത്താവായ യേശുവിൻ്റെ ശരീരം. 9. തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് 2 പേർ അവർക്ക് പ്രത്യക്ഷപ്പെട്ടത് എപ്പോൾ? യേശുവിൻ്റെ ശരീരം കാണാതെ അവർ അമ്പരന്ന് നിൽക്കുമ്പോൾ. 10. അവർ അമ്പരന്ന് നിൽക്കുമ്പോൾ അവർക്ക് പ്രത്യക്ഷപ്പെട്ടതാര്? തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച 2 പേർ. 11. തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച 2 പേർ അവർക്ക് പ്രത്യക്ഷപ്പെട്ടത് എപ്പോൾ? കല്ലറയിൽ യേശുവിൻ്റെ ശരീരം കാണാത്തതിനെക്കുറിച്ച് അവർ അമ്പരന്ന് നിൽക്കുമ്പോൾ. 12. തിളങ്ങുന്ന വസ്ത്രം ധരിച്ച 2 പേർ അവർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർ ചെയ്തതെന്ത്? ഭയന്ന് മുഖം കുനിച്ചു. 13. തിളങ്ങുന്ന വസ്ത്രം ധരിച്ച് 2 പേർ അവർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർ മുഖം കുനിക്കാൻ കാരണമെന്ത്? ഭയപ്പെട്ടതുകൊണ്ട്. 14. അവർ ഭയപ്പെട്ട് മുഖം കുനിച്ചപ്പോൾ തിളങ്ങുന്ന വസ്ത്രം ധരിച്ച് പ്രത്യക്ഷപ്പെട്ട 2 പേർ പറഞ്ഞതെന്ത്? ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവൻ ഇവിടെയില്ല, ഉയർപ്പിക്കപ്പെട്ടു. 15. ആരെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന് എന്നാണ് തിളങ്ങുന്ന വസ്ത്രം ധരിച്ച് പ്രത്യക്ഷപ്പെട്ട 2 പേർ അവരോട് ചോദിച്ചത്? ജീവിച്ചിരിക്കുന്നവനെ. 16. ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ ആരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന് എന്നാണ് തിളങ്ങുന്ന വസ്ത്രം ധരിച്ച് പ്രത്യക്ഷപ്പെട്ട 2 പേർ അവരോട് ചോദിച്ചത്? മരിച്ചവരുടെ ഇടയിൽ. 17. ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചതിനെ തുടർന്ന് തിളങ്ങുന്ന വസ്ത്രം ധരിച്ച് പ്രത്യക്ഷപ്പെട്ട 2 പേർ അവരോട് പറഞ്ഞതെന്ത്? അവൻ ഇവിടെയില്ല, ഉയർപ്പിക്കപ്പെട്ടു. 18. മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും എത്രാം ദിവസം ഉയർത്തെഴുന്നേൽക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 3-ാം ദിവസം. 19. മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് താൻ എവിടെയായിരുന്നപ്പോൾ തന്നെ അവൻ നിങ്ങളോട് പറഞ്ഞത് ഓർക്കുവിൻ എന്നാണ് തിളങ്ങുന്ന വസ്ത്രം ധരിച്ച് പ്രത്യക്ഷപ്പെട്ട 2 പേർ അവരോട് പറഞ്ഞത്? ഗലീലയിൽ. 20. അപ്പോൾ അവർ അവന്റെ വാക്കുകൾ ഓർമ്മിച്ചു. അവൻ ആരെല്ലാം? അവർ ഗലീലിയിൽ നിന്നും യേശുവിനോടൊപ്പം വന്ന സ്ത്രീകൾ, അവൻ യേശു. 21. കല്ലറയിൽ നിന്നും തിരിച്ചു വന്ന അവർ ഇതെല്ലാം ആരെല്ലാമാണ് അറിയിച്ചത്? 11 പേരെയും മറ്റെല്ലാവരെയും. 22. 11 പേരെയും മറ്റെല്ലാവരെയും ഇതെല്ലാം അറിയിച്ചത് ആര്?
കല്ലറയിങ്കൽ നിന്നും തിരിച്ചു വന്ന സ്ത്രീകൾ. 23 എവിടെ നിന്ന് തിരിച്ചു വന്നവരാണ് ഇതെല്ലാം 11 പേരെയും മറ്റെല്ലാവരെയും അറിയിച്ചത്? കല്ലറയിങ്കൽ നിന്ന്. 24 ഇക്കാര്യങ്ങളെല്ലാം അപ്പോസ്തലന്മാരോട് പറഞ്ഞത് ആരെല്ലാം? മഗ്ദലേന മറിയവും യോവാന്നയും യാക്കോബിന്റെ അമ്മയായ മറിയവും അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു സ്ത്രീകളും. 25 മഗ്ദലേന മറിയവും യോവാന്നയും യാക്കോബിന്റെ അമ്മയായ മറിയവും അവരോട് കൂടെയുണ്ടായിരുന്ന മറ്റു സ്ത്രീകളും ഇക്കാര്യങ്ങൾ ആരെയാണ് അറിയിച്ചത്? അപ്പോസ്തലന്മാരെ. 26 മഗ്ദലേന മറിയവും യോവാന്നയും യാക്കോബിന്റെ അമ്മയായ മറിയവും അവരോട് കൂടെ ഉണ്ടായിരുന്ന മറ്റു സ്ത്രീകളും എന്തു കാര്യങ്ങളാണ് അപ്പോസ്തലന്മാരെ അറിയിച്ചത്? കല്ലറയിങ്കൽ കണ്ടതും തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച 2 പേർ അവരോട് പറഞ്ഞതുമായ കാര്യങ്ങൾ. 27 അവർക്ക് ആകട്ടെ ഈ വാക്കുകൾ കെട്ടുകഥ പോലെ തോന്നി. ആർക്ക്? അപ്പോസ്തലന്മാർക്ക്. 28 അപ്പോസ്തലന്മാർക്ക് കല്ലറയിങ്കൽ നിന്ന് വന്ന സ്ത്രീകൾ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് തോന്നിയത്? കെട്ടുകഥ പോലെ. 29 അവർ അവരെ വിശ്വസിച്ചില്ല. ആരെ? അപ്പോസ്തലന്മാർ കല്ലറയിങ്കൽ നിന്ന് വന്ന സ്ത്രീകളെ. 30 എഴുന്നേറ്റ് കല്ലറയിങ്കലേക്ക് ഓടിയതാര്? പത്രോസ്. 31 പത്രോസ് എഴുന്നേറ്റ് എവിടേക്കാണ് ഓടിയത്? കല്ലറയിങ്കലേക്ക്. 32 എഴുന്നേറ്റ് കല്ലറയിങ്കലേക്ക് ഓടിയ പത്രോസ് കണ്ടതെന്ത്? യേശുവിനെ പൊതിഞ്ഞിരുന്ന തുണികൾ തനിയെ കിടക്കുന്നത്. 33 യേശുവിനെ പൊതിഞ്ഞിരുന്ന തുണികൾ തനിയെ കിടക്കുന്നത് കണ്ടതാര്? പത്രോസ്. 34 അവനെ യേശുവിനെ പൊതിഞ്ഞിരുന്ന തുണികൾ തനിയെ കിടക്കുന്നത് കണ്ട പത്രോസ് ചെയ്തതെന്ത്? സംഭവിച്ചതിനെപ്പറ്റി വിസ്മയിച്ചുകൊണ്ട് തിരിച്ചുപോയി. 35 സംഭവിച്ചതിനെപ്പറ്റി വിസ്മയിച്ചുകൊണ്ട് തിരിച്ചു പോയതാര്? പത്രോസ്. 36 എന്തിനെപ്പറ്റി വിസ്മയിച്ചുകൊണ്ടാണ് പത്രോസ് തിരിച്ചു പോയത്? സംഭവിച്ചതിനെപ്പറ്റി. 37 ലൂക്ക അധ്യായം 24 രണ്ടാമത്തെ തലക്കെട്ട് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ. 38 ആ ദിവസം തന്നെ അവരിൽ 2 പേർ ജെറുസലേമിൽ നിന്നും ഏകദേശം 60 സ്ഥാദിയോൺ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ഏതു ദിവസം? കല്ലറയിങ്കൽ കണ്ടതിനെക്കുറിച്ച് വിസ്മയിച്ച് പത്രോസ് തിരിച്ചു പോയ ദിവസം. 39 അവരിൽ എത്ര പേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം 60 സ്ഥാദിയോൺ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു? 2 പേർ. 40 ജെറുസലേമിൽ നിന്നും എമ്മാവൂസിലേക്കുള്ള ദൂരം എത്ര? ഏകദേശം 60 സ്ഥാദിയോൺ. 41 ഒരു സ്ഥാദിയോൺ എത്ര മീറ്റർ? 185 മീറ്റർ. അതായത് 60 സ്ഥാദിയോൺ എന്ന് പറയുമ്പോൾ 11 കിലോമീറ്ററോളം ദൂരമുണ്ടാവും. 42 ആ ദിവസം തന്നെ അവരിൽ 2 പേർ ജെറുസലേമിൽ നിന്നും ഏകദേശം 60 സ്ഥാദിയോൺ അകലെയുള്ള ഏതു ഗ്രാമത്തിലേക്കാണ് പോയത്? എമ്മാവൂസിലേക്ക്. 43 ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. ഏതു സംഭവങ്ങളെക്കുറിച്ച്? യേശുവിന്റെ പീഡാനുഭവവും മരണവും ഉത്ഥാനവും. 44 അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തതാര്? യേശു. 45 അവർ എന്തു ചെയ്തുകൊണ്ട് പോകുമ്പോഴാണ് യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തത്? സംസാരിക്കുകയും വാദിക്കുകയും. 46 അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി എന്തു ചെയ്തു? അവരോടൊപ്പം യാത്ര ചെയ്തു. 47 അവരോടൊപ്പം യാത്ര ചെയ്ത യേശുവിനെ തിരിച്ചറിയാൻ അവർക്ക് സാധിക്കാതിരുന്നത് എന്തുകൊണ്ട്? അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. 48 തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം കണ്ണുകൾ മൂടപ്പെട്ടിരുന്ന ആ 2 പേരോട് യേശു ചോദിച്ചതെന്ത്? എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? 49 എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് യേശു ചോദിച്ചപ്പോൾ അവർ ചെയ്തതെന്ത്? മ്ലാനവദനരായി നിന്നു. 50 എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്ന 2 പേരിൽ ഒരുവന്റെ പേരെന്ത്? ക്ലയോപ്പാസ്. 51 എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന യേശുവിന്റെ ചോദ്യത്തിന് മ്ലാനവദനരായി നിന്നവരിൽ ക്ലയോപ്പാസ് എന്ന പേരായവൻ യേശുവിനോട് ചോദിച്ചതെന്ത്? ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ?
52 എവിടെ നടന്ന സംഭവങ്ങളൊന്നും അറിയാത്ത അപരിചിതനാണോ നീ എന്നാണ് ക്ലയോപ്പാസ് അവനോട്, അതായത് യേശുവിനോട് ചോദിച്ചത്. ജെറുസലേമിൽ. 53 ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ എന്ന ക്ലയോപ്പാസിന്റെ ചോദ്യത്തിന് യേശു ചോദിച്ച മറുചോദ്യമെന്ത്? ഏതു കാര്യങ്ങൾ? 54 ഏതു കാര്യങ്ങൾ എന്ന യേശുവിന്റെ ചോദ്യത്തിന് അവർ പറഞ്ഞ മറുപടി എന്ത്? നസ്രയനായ യേശുവിനെ കുറിച്ചു തന്നെ. അവൻ ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. 55 നസ്രയനായ യേശുവിനെ കുറിച്ചു തന്നെ. അവൻ ആരുടെയെല്ലാം മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. ദൈവത്തിന്റെയും മനുഷ്യരുടെയും. 56 ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നതാര്? നസ്രയനായ യേശു. 57 ആരെല്ലാം അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു എന്നാണ് ആ 2 പേർ യേശുവിനോട് പറഞ്ഞത്? പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും. 58 ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ എന്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു എന്നാണ് ആ 2 പേർ യേശുവിനോട് പറഞ്ഞത്? മരണവിധിക്ക്. 59 ഞങ്ങൾ എന്താണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാണ് എമാവൂസിലേക്ക് പോയ 2 പേർ യേശുവിനോട് പറഞ്ഞത്? ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണെന്ന്. 60 ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് എത്രാമത്തെ ദിവസമാണ് എന്നാണ് എമാവൂസിലേക്ക് പോയ 2 പേർ യേശുവിനോട് പറഞ്ഞത്? 3-ാം ദിവസം. 61 ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആര് ഞങ്ങളെ വിസ്മയിപ്പിച്ചു എന്നാണ് ആ 2 പേർ യേശുവിനോട് പറഞ്ഞത്? ചില സ്ത്രീകൾ. 62 കല്ലറയിങ്കൽ പോയിരുന്ന ഞങ്ങളുടെ കൂടെയുള്ള ചില സ്ത്രീകൾ അവിടെ ആരെ കണ്ടില്ല എന്നാണ് പറഞ്ഞത്? യേശുവിന്റെ ശരീരം. 63 കല്ലറയിങ്കൽ പോയിരുന്ന ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ അവർക്ക് ആരുടെ ദർശനമുണ്ടായി എന്നാണ് പറഞ്ഞത്? ദൂതന്മാരുടെ. ഇങ്ങനെ 63 ചോദ്യങ്ങളാണ് ലൂക്ക 24-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു വീഡിയോ കൂടിയാകുമ്പോൾ ലൂക്ക മുഴുവൻ അധ്യായങ്ങളും അവസാനിക്കുകയാണ്. അതേ തുടർന്ന് എഫേസോസിന്റെ വീഡിയോസ് ചെയ്തു തുടങ്ങുന്നു. പഠന സഹായി പുസ്തകം ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. 5 പുസ്തകം വാങ്ങുന്നവർക്ക് ഒരു പുസ്തകം സൗജന്യമായി നൽകുന്നതായിരിക്കും. എല്ലാവരും നന്നായി വചനം പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.